Hi everyone, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്നൊന്നുമില്ലെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിക്ക് ബ്രൈഡൽ ഷവർ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ആൻഡ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് കൊതുക് വലയാണ്. ഇവിടെ ഭയങ്കര കൊതുകുമായ ടൈമായിട്ട്. സോ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിട്ടിട്ടാണ് ഉള്ളത്. ബേബി ഉള്ളതിനുണ്ട്, നമുക്ക് പ്രശ്നമില്ല. പിന്നെ എന്തില്ലെങ്കിൽ ആൻഡ് ഇപ്പോൾ ഞാൻ ബാപ്പനെ വെയിറ്റ് ആയിക്കൊണ്ടുള്ളത് പോകാൻ വേണ്ടിയിട്ട് ഞാനും മിസ്സേറിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുഞ്ഞും സൂഹി. ഓക്കെ, അപ്പം ഞങ്ങൾ പോകുന്നുണ്ട്. വിൻ്ററിലാണ് ബുക്കാക്കിയിട്ടുള്ളത്. വിൻ്ററിനെല്ലാം ഉപ്പളാണ് ആ പ്ലേസ് വരുന്നത്. ഓക്കെ, ഒരു എന്തോ പാർട്ടി ഹാൾ പോലത്തെ പ്ലേസ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ബാപ്പനെ വെയിറ്റ് ആയിക്കൊണ്ടുണ്ട്. ബാപ്പ വന്നിട്ട് ഒരു കറക്റ്റ് ടൈമിന് എത്തണം. പിന്നെ എൻ്റെ ടീത്തിൻ്റെത് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ആയിക്കൊണ്ട് സർജറിക്ക് സജസ്റ്റ് ആക്കിയെന്നല്ല ഞാൻ ചെയ്തിട്ടുണ്ടായാലും. ആൻഡ് ഫൈനലി എൻ്റെ ഫ്രണ്ടിലത്തേത് സർജറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സർജറി കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് സ്റ്റിച്ചെല്ലാം കീച്ചിട്ട് ഇപ്പോൾ കുറച്ച് എത്ര ഡേയ്സ് 3-4 ഡേയ്സ് എല്ലാം ആയി തോന്നുന്നു. ഇന്ന് സൺഡേ അല്ലേ, ട്യൂസ്ഡേ ആണ് സ്റ്റിച്ചെല്ലാം കീച്ചത്. ആൻഡ് കുറച്ച് ടീത്തിൻ്റെ ഒരു നേരം തോന്നുന്നു. ആൻഡ് ഗ്യാപ്പെല്ലാം ക്ലിയർ ആണെങ്കിൽ ബയോട്ട് ബാരെന്ന് തോന്നുന്നാക്കണം. ഇനി ഒരു സർജറി വേണമെങ്കിൽ ആക്കാം, കുറച്ച് വലിയ സർജറി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറേ ഓപ്ഷൻ ഉണ്ട്. സോ അതൊന്നും ഞാൻ ഇപ്പം ആക്കാൻ പോകുന്നില്ല. ആൻഡ് അപ്പോൾ എൻ്റെ ടീത്ത് കുറച്ച് നേരം ഒക്കെ ചെപ്പോൾ തന്നെ കളിയാക്കും തൊണ്ടി എന്നിട്ട് ഞാൻ തൊണ്ടിയല്ല, എൻ്റെ പല്ല് പൂവല്ലാന്ന് ഉറപ്പായി എനിക്ക്. ആൻഡ് പിന്നെ എൻ്റെ ഷർട്ട് നല്ല ഉണ്ടായി. എന്തൊക്കെയാ കളറെല്ലാം എനിക്ക് ഇനി ഞങ്ങൾക്ക് സ്കാർഫാക്കാനാണ് ബാക്കിയുള്ളത്. ബേബിനെ റെഡിയാക്കിയിട്ടെല്ലായി. പിന്നെ ഞാൻ ഈ ഇട്ടിട്ടുള്ള ഷർട്ടില്ലേ, ഇത് എർബി ക്ലോത്തിങ് എൻ്റെ തന്നെ ഷർട്ടാണ്. ഇതൊരു 3 പീസ് ലെഫ്റ്റ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ, വാട്സാപ്പ് നമ്പർ, അതിൽ ഓർഡർ ആക്കാം വന്നിട്ട്. ആൻഡ് എൻ്റെ കയ്യിലുള്ള ഷർട്ട്സ് എല്ലാം ഇമ്പോർട്ടഡ് ഷർട്ട്, ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്ന ഷർട്ട്സാണ്. അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ കൊടുക്കുന്നത്, ചെറിയ റേറ്റിലാണ് ഞാൻ കൊടുക്കുന്നുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ എത്ര ഇത് നമുക്കറിയില്ല, ബട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഷർട്ടാണ് എല്ലാം എൻ്റെ അടുത്തിൽ. പിന്നെ 3 പീസ് സെറ്റ്സ് എല്ലാം ഇല്ലേ, ചെറിയ കുറച്ച് പീസസാണ് എനിക്ക് കിട്ടുന്നത്. സോ അതെല്ലാം വേഗം സ്റ്റോക്ക് ഔട്ട് ആകുന്ന തിങ്സ് അല്ല. അപ്പോൾ എന്തെങ്കിലും ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അത് ഓർഡർ ആക്കിയാൽ കിട്ടും കുറേ ലേറ്റായിട്ട്. ആൻഡ് ഈ ഷർട്ട് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുക, അതിൽ വന്നിട്ട് മെസ്സേജ് ആയിക്കോട്ടെ നിങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരായിട്ട് അങ്ങനെ ഫുൾ റെഡി ആയിട്ട് ബേബിനെല്ലാം എടുത്ത് സിസ്റ്റർ കാറിൽ കയറി, ഞാനും കാറിൽ കയറിയിട്ടൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ഫൈനലി വിൻ്റർ ആ പ്ലേസിലേക്ക് എത്തി. Beautiful, wonderful, fantastic. Bright to be like cake eating time. Didn't have profit and the kind. പേയ്മെന്റ് ആക്കാതെ കുത്ത വന്നിനാണ് വീണ്ടും ബ്രൈറ്റ് ടു ബി. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് ബ്രൈറ്റ് ടു ബി എല്ലാം ഹിറ്റായി. അങ്ങനെ ഹബിലേക്ക് തിന്നാൻ പോകാം. കമോൺ. എൻ്റെ സ്കാർഫ് എല്ലാം ഡ്രസ് എന്തെല്ലാം ഞമ്മ ഹബിലേക്ക് എത്തി. ഹബിൽ പോയിട്ട് തിന്നാം. ഇത് ഞങ്ങളുടെ തറവാട് സീറ്റ്. ഓക്കെ, ഞാൻ ചെയ്തു. ഞാൻ തിന്നാനാകുമ്പോൾ കറക്റ്റ് എപ്പോഴും എനിക്ക്
അങ്ങനെ കുറേ നേരം കാത്തിട്ട് ഇപ്പാണ് മോമോസ് വന്നത്. പറഞ്ഞോണ്ട് തരുന്നില്ല നിലത്ത് ഇവിടെ നേരെ ഉറങ്ങിക്കോളെ. ഫുഡ് പെരുന്നാൾ കറക്റ്റ് ടൈം ആകുമ്പോൾ കുറച്ച് മുന്നോളം എനിച്ചിട്ട് ഇങ്ങനെ കണ്ണു തോന്നിട്ടുണ്ട്. നോക്കിയിട്ട് ഓഫാക്കാൻ ചെന്നോക്കെ എന്തോ ചെല്ലാനുണ്ട്. ചെല്ലുന്നുണ്ട്. ശരി ചെല്ലും ചെല്ലും കാലം. അപ്പോൾ ഓരോന്ത് ചെല്ലിന്ന് ഞാൻ ഓഫാക്കിട്ടേ ചെല്ലാം. ഇപ്പം ഞങ്ങൾ പരുക്ക് പോയിക്കൊണ്ടുള്ളത് ഭയങ്കര ടയേർഡായി. ആൻഡ് മാഷാഅല്ലാ ബേബി അങ്ങനെ എന്തോ ഇതാക്കിയിട്ടാ. പിന്നെ സിസ്റ്ററുള്ളതിനെ കൊണ്ട് നമുക്ക് ഹെൽപ്പായി. ഓളും കുറച്ച് നേരം സൂം എടുക്കുന്നുണ്ടായി, ഞാനും എടുക്കുന്നുണ്ടായി. അങ്ങനെ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ആക്കിയിട്ട് ബ്രൈഡൽ ഷവറെല്ലാം കഴിഞ്ഞു. ഇപ്പം എനിക്ക് പരുക്ക് പോകുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.